നമസ്കാരം. മാലദ്വീപിൽ പാർലമെൻറ്റിൽ കയ്യാങ്കളി. കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. കേരള നിയമസഭയിലെ ശിവൻകുട്ടി ഇഫക്റ്റാണ് മാലദ്വീപിൽ ഉണ്ടായത് എന്നൊക്കെ ഈ വാർത്തകൾക്ക് ചില കമൻറ്റുകളും വരുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് കേരള നിയമസഭ സാക്ഷിയായതിലും വലിയ അതിക്രമമാണ് മാലദ്വീപ് പാർലമെൻറ്റിൽ ഉണ്ടായത്. മാലദ്വീപിൽ ഭരണ പ്രതിപക്ഷ എംപിമാരുടെ കൂട്ടയടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുമായുള്ള നിലവിലെ സർക്കാരിൻ്റെ അകൽച്ച വലിയ പ്രതിഷേധമായി മാറുന്നുണ്ട് മാലദ്വീപിൽ. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു സംഘടനം എന്നും വിലയിരുത്തപ്പെടുന്നു. അതിനൊപ്പം പാർലമെൻറ്റിൽ കൂട്ടയടി വലിയ ചർച്ചയായിരിക്കുന്നു. ഭരണകക്ഷികളായ പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാലദ്വീപ്, പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് അംഗങ്ങളും പ്രതിപക്ഷ പാർട്ടിയായ മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങളും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. സംഘർഷത്തിൽ നിരവധി എംപിമാർക്ക് പരിക്കേറ്റു. ഒരു എംപിയുടെ തല പൊട്ടി. ഗുരുതര പരിക്ക് ഈ നേതാവിനുണ്ടായി എന്നാണ് റിപ്പോർട്ട്. സമാനതകളില്ലാത്ത കയ്യാങ്കളിയാണ് അവിടെയുണ്ടായത്. പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിൻ്റെ മന്ത്രിസഭ ഭരണത്തിൽ തുടരുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക പാർലമെൻറ്റ് സമ്മേളനം പ്രതിപക്ഷ അംഗങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതോടെയാണ് കയ്യാങ്കളി ആയത് എന്നാണ് റിപ്പോർട്ട്. മന്ത്രിസഭയ്ക്ക് പാർലമെൻറ്റ് അംഗീകാരം നൽകുന്നതിനുള്ള നിർണായക വോട്ടെടുപ്പ് ഇന്ന് നടക്കാനിരിക്കുകയായിരുന്നു. എന്നാൽ ചില ക്യാബിനറ്റ് അംഗങ്ങളെക്കുറിച്ച് എതിർപ്പ് പ്രകടിപ്പിച്ച പ്രതിപക്ഷ അംഗങ്ങൾ 4 മന്ത്രിമാർക്ക് അംഗീകാരം നൽകുന്നതിനെ എതിർക്കുകയായിരുന്നു. മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയും ഡെമോക്രാറ്റുകളും ഈ മന്ത്രിമാർക്ക് അംഗീകാരം നൽകാനാകില്ല എന്നറിയിച്ചു. വോട്ടെടുപ്പിന് മുൻപ് പ്രതിപക്ഷ എംപിമാർ പാർലമെൻറ്റിൻ്റെ ഫ്ലോറിൽ പ്രവേശിക്കുന്നത് വിലക്കിയതോടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ ചില എംപിമാർ സംഗീതോപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വായിച്ചപ്പോൾ ചേംബറിനുള്ളിൽ സ്പീക്കർ ചെവി പൊത്തിപ്പിടിക്കുന്നത് ഉൾപ്പെടെ കാണാമായിരുന്നു. സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. നിലവിലെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനീസ് അനുകൂലിയാണ്. ഇന്ത്യയെ എതിർക്കാനുള്ള മൊയ്സുവിൻ്റെ നീക്കങ്ങൾ മാലദ്വീപിൽ വൻ പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചിരുന്നു.